ഈ ഒരു 5 കണ്ടീഷനിലുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര തന്നെ വെള്ളം ദാഹിച്ചാലും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കുറച്ചൊന്ന് അപകടമായിട്ട് മാറിയേക്കാം ട്ടോ. അതിൽ ഒന്നാമത്തെ ഒരു കണ്ടീഷനാണ് നമുക്ക് ബോധമില്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്ത്. ഈ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് വിഴുങ്ങാനുള്ള റിഫ്ലെക്സ് ശരിയായിട്ട് പ്രവർത്തിക്കില്ല. അപ്പൊ നമ്മൾ കുറെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൽ അത് തടസ്സം വരുത്താനും ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും വളരെയധികം ചാൻസസ് ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ചോക്കിംഗ് ടൈമിൽ ചോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ നമ്മുടെ തൊണ്ടയിൽ കുരുങ്ങിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ വായുവിന്റെ മാർഗത്തിനെ അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. ഇതിലൂടെയും ശ്വാസത്തിന് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനും പ്രോബ്ലം കുറച്ചൊന്ന് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്തെങ്കിലും മേജർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സർജറി പോലെയുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കുക. കാരണം ഈ അനസ്തേഷ്യ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛർദി രൂപേണ വന്നിട്ട് ശ്വാസകോശത്തിൽ തടഞ്ഞിട്ട് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പൊതുവെ വെള്ളം കുടിക്കുന്നതൊക്കെ ഒഴിവാക്കാറുണ്ട്. അടുത്തതാണ് കൂടുതലായിട്ട് ഇപ്പൊ നിങ്ങൾ ഛർദ്ദിക്കുകയാണെന്ന് വിചാരിക്കുക. കൂടുതലായിട്ട് ഛർദ്ദിക്കുമ്പോഴും ധാരാളം വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കുക. 1 2 ടീസ്പൂൺ ORS പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കണം. അവസാനമായിട്ട് ഇപ്പൊ വയറിൽ എന്തെങ്കിലും ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ വയറിൽ ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറി പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ധാരാളം വെള്ളം കുടിക്കാതിരിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.